I got a call some time back, say last week I think. Can you attend a meeting in their hospital on so and so date at 11 o'clock? I said, I'm a wrong person. I'm only a patient, not a doctor. Then she said, no, it is doctor-patient interaction. Then I said, I am glad to attend that. So that is why I came here. 2000-ന് ശേഷം 2001 മുതൽ എൻ്റെ അച്ഛനും പിന്നെ അമ്മയും ഡോക്ടറുടെ പേഷ്യൻസാണ്. അപ്പൊ അച്ഛനും ഡോക്ടറായിട്ട് അച്ഛൻ അധികം സംസാരിക്കില്ല ഡോക്ടറെ അടുത്ത്. പക്ഷെ വീട്ടിൽ വന്ന് എനിക്കറിയാം, ഞാനും ചേച്ചിയാണ്, ഞങ്ങൾ പെൺകുട്ടികളാണ്. മകനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഡോക്ടറെ കാണുമ്പോഴാണ് അച്ഛൻ തീർക്കുക. വീട്ടിലെ ഡോക്ടറെ ഞങ്ങൾ ഇക്കൂന്നാ വിളിക്കുക. ഇക്കുവിന്റെ അടുത്ത് പോകണ്ടേ, ഞങ്ങൾ മാളേന്നാ വരിക അച്ഛനെ അമ്മയും കാണിക്കാനായിട്ട്. അന്ന് ഞങ്ങൾക്ക് സെലിബ്രേഷൻ ഇക്കുവിന്റെ അടുത്തേക്ക് വരുന്ന ഡോക്ടർക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ അച്ഛൻ 2018 മരിച്ചത്. അപ്പൊ 2 വട്ടം അച്ഛൻ സിവിയർ സിറ്റുവേഷൻസിൽ വന്നു. പക്ഷെ ഡോക്ടർ തന്നൊരു ധൈര്യം ഉണ്ട് ആ സമയത്ത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോയി അച്ഛന് വെള്ളം കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ പോണില്ല. കാരണം എനിക്ക് എന്റെ വിശ്വാസത്തിൽ എന്റെ അച്ഛനും അമ്മയും മരിക്കില്ല. ഡോക്ടറാണ് എനിക്ക് ധൈര്യം തന്നെ അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് മൊമെന്റ് എനിക്ക് അച്ഛന്റെയും ലാസ്റ്റ് മൊമെന്റ് എന്നെ അമ്മയുടെ അടുത്തേക്ക്, അമ്മ സ്റ്റെപ്പ് ഡൗൺ ICUലായിരുന്നു. ഡോക്ടറോട് കാല് പിടിച്ച് പറഞ്ഞപ്പോ ഡോക്ടർ അതിനിപ്പോ എന്താ എന്റെ ICUലേക്ക് കൊണ്ടുപോകാലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനും അമ്മയും മകന്റെ അടുത്ത് കിടന്നിട്ടാ മരിച്ചത്. കാലം കടന്നാലും കാഴ്ച മറയാതെ നിனைவில் കലന്താടും ഓർമ്മനം ഉലാ പോകും കനാ ഉലാ. എടുത്തു പറയേണ്ട ആൾക്കാണ് മരിയ, സ്മിത. ഒരു ഫാമിലി പോലെയാണ്. പിന്നെ ഇക്ബാൽ ഡോക്ടറാണെങ്കിൽ എൻ്റെ അമ്മ ഒരു വർഷം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഡോക്ടറാണ് ചെയ്തത് ഇക്ബാൽ. അപ്പോൾ രണ്ടുപേരും പേഴ്സണലി എനിക്കറിയാം. എന്ത് സംശയം ചോദിക്കാം രണ്ടുപേരോടും. കുട്ടികൾ വരുമ്പോൾ സ്മിതയിലും മരിയയിലും വരുമ്പോൾ ബിന്ദു ചേച്ചി വന്നല്ലോ എന്ന് പറയും. അപ്പം നമുക്കൊരു ഭയങ്കര ഒരു അടുപ്പാണ്. ശരിക്കും അന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഉല്ലാസ് ഡോക്ടറോടും ഇക്ബാൽ ഡോക്ടറോടും എൻ്റെ ഫുൾ സ്റ്റാഫിനോടും എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. Lakshmi and her group of people, they are excellent. That is what I say. I cannot just have words. Please give a clap to them also. And Dr. Iqbal is a workaholic also. He never takes the time for everything. See, for personal things, say for food, timely food or anything like that. He works full time, and after all the patients are gone, then only he will go.